ശ്രീ എച്ച് ആഫീസ് ശ്രീ എച്ച് ആഫീസ് രാജേന്ദ്രൻ പന്തളം എന്താ പറയുന്ന കാര്യം ഈ കേൾക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന കൈരളിയുടെ പ്രേക്ഷകർക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുക. കിട്ടിയാൽ ഊട്ടി അല്ലെങ്കിൽ ചട്ടി. അത് തള്ളിപ്പോയത് കൊണ്ട് പഴി കുഴൽനാടന്, കിട്ടിയിരുന്നെങ്കിൽ അത് പ്രതിപക്ഷത്തിൻ്റെ വിജയമെന്ന് പറയാൻ വേണ്ടായിരുന്നു. ഈ മാത്യു കുഴൽനാടനൊക്കെ നിയമം പഠിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ ഒരു ജുഡീഷ്യൽ ഓഫീസറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം അദ്ദേഹത്തിനൊപ്പം ഈ നമ്മൾ നേരത്തെ സംസാരിച്ച കെ എം ഷാജി പറയുന്നത് കൊൾനാടനൊപ്പം ഒരു വക്കീൽ ഓഫീസ് തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. കൊൾനാടനോട് ഏറ്റാൽ കളി പഠിക്കുമെന്നൊക്കെയാണ് തിരിച്ചടി കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ശല്യക്കാരനായ വ്യവഹാരിയായി പ്രഖ്യാപിക്കണം. അദ്ദേഹം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും അദ്ദേഹത്തിൻ്റെ മകളോടും കാല് പിടിച്ച് മാപ്പ് പറയണം. ഒരു മുഖ്യമന്ത്രിയുടെ മകൾ എന്നതിനും ഒരു മന്ത്രിയുടെ ഭാര്യ എന്നുള്ളൊരുപരി ഒരു വനിത, ഒരു സ്ത്രീ എന്നുള്ളൊരു പരിഗണന ആ കുട്ടിക്ക് ഒരു കാലഘട്ടത്തിൽ ഈ മാത്യു കൊൾനാടൻ അടക്കമുള്ള ആളുകൾ കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ കൃത്യമായി ഒരു പരിഗണന കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയേ മതിയാകൂ. ഇദ്ദേഹം ചെയ്തിരിക്കുന്ന മുഴുവൻ കേസുകളും സത്യത്തിൽ പൊതുജനങ്ങളോട് മാപ്പ് പറയണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആക്ഷേപിക്കാൻ, അവഗണിക്കാൻ, സംശയത്തിന് നിലനിർത്താൻ. ഈ പറയുന്ന പോലെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഈ കേസ് പരിഗണനയ്ക്കല്ല, മറ്റൊരു ദിവസത്തേക്ക് മാറ്റുക. എന്തായിരിക്കും കേരളത്തിൻ്റെ മറ്റ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്? മുഖ്യമന്ത്രിക്ക് തിരിച്ചടി, കേസ് നീട്ടിവെച്ചു, കേസ് ഫയലിലെടുത്തു, പരിഗണനയ്ക്കെടുത്തു എന്നായിരിക്കും വരുന്നത്. ഏതായാലും ബഹുമാനപ്പെട്ട കോടതി വളരെ ദീർഘവീക്ഷണത്തോടെ ഇത്തരം കാര്യങ്ങളെ വായടച്ച് തന്നെ മറുപടി കൊടുത്തിരിക്കുന്നു. ഈ കാര്യത്തിൽ ഇതേ ഹർജിയുമായി മുന്നോട്ട് പോയ ആളാണ് BJPയുടെ നേതാവ് ഷോൺ ജോർജ്. ഷോൺ ജോർജിനോട് ഇത് സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിൽ, തൻ്റെ സ്വന്തം സമൂഹ മാധ്യമങ്ങളിൽ പോലും ഇതേക്കുറിച്ച് ഒരു അക്ഷരം പറയരുത് എന്ന് പറഞ്ഞപ്പോഴാണ് രണ്ടാം ഷോൺ ജോർജായി മാത്യു കൊൾനാടൻ രംഗപ്രവേശനം ചെയ്ത് ഈ ഷോൺ ജോർജിനായിട്ട് ഈ മാത്യു കൊൾനാടനേറ്റ തിരിച്ചടിക്ക് മാത്യു കൊൾനാടനല്ല, കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് അടങ്ങുന്ന കോൺഗ്രസ് നേതൃത്വം മാത്രമല്ല AICC നേതൃത്വം, കേരളത്തിലെ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ളവർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മാപ്പ് പറയേണ്ട കാര്യമുണ്ട്. തീർച്ചയായും.